അല്ല, മറവികൾ സംഭവിക്കാം. പക്ഷേ വാഫി സിസ്റ്റത്തിനെ കുറിച്ചിട്ടുള്ളതിൽ എന്ത് തെറ്റ് എന്നുള്ളതിനെ കുറിച്ച് അപ്പം സമസ്തയിലെ വിഷയം വാഫി വിഷയമാണല്ലോ. വാഫി വിഷയത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടില്ലല്ലോ സമസ്തക്ക്. സമസ്ത അന്വേഷണം നടത്തി, അത് കറക്റ്റാണ് എന്ന് വഹാബുദ്ദീൻ നദ്വി കണ്ടെത്തി. പക്ഷെ ഇനി പോലെ ആരും കണ്ടെത്തിയില്ലെങ്കിലും നമുക്കറിയാലോ, അതിന്റെ പിന്നെ ശില്പിയൊന്നും അല്ലാത്ത ആള് അതിന്റെ ജോലിക്ക് കയറി വന്ന ഹക്കീം ഫൈസി അവിടെ അത് സ്ഥാപിച്ച് കയ്യിലാക്കാൻ ശ്രമിച്ചു. അത് പിടിക്കപ്പെട്ടപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതായത് കാളികാവിൽ അടക്കാക്കുണ്ടിൽ ആ സ്ഥലം കിട്ടിയതോട് കൂടിയിട്ടാണ് ഇയാളെ സ്വഭാവം മാറുന്നതും ഇയാളെ നിലപാട് മാറുന്നതും. അതിനു മുന്നൊക്കെ കരുക്കൾ നീക്കിയിട്ടേ ഉള്ളായിരുന്നു. പിന്നെ ആണത്തുള്ള നല്ലൊരു മനുഷ്യരായിരുന്ന സൂഫിയായിരുന്ന ആറ്റപ്പൂവ് ഉള്ളവരൊന്നും നടക്കുന്നില്ലായിരുന്നു. ഇപ്പൊ ഉള്ള 6ാം ക്ലാസ്സുകാരനെ കൊണ്ട് എന്തും നടക്കും. കാരണം എന്നെ മടിക്കാനുള്ളതും കൊണ്ട് അയാൾക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. അപ്പൊ അയാളെ വെച്ച് കളിക്കുകയാണ്. അതില് CAC ആയിട്ട് വിഷയത്തില് സമസ്തക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല. തെറ്റ് പറ്റിയത് സാദിഖലിക്കാണ്. കാരണം അദ്ദേഹത്തിന്റെ ആ ഈഗോ അല്ലെങ്കിൽ ബാഫികളെ കയ്യിൽ കുറെ ക്ലിപ്പിങ്ങൾ ഉണ്ട് എന്ന് അറിയണ്ടല്ലോ. ഇവരൊക്കെ പണ്ഡിതന്മാരുടെ അടുത്ത് പോയിട്ട് സംസാരിച്ച ക്ലിപ്പിങ്ങൾ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോ കൂടത്തായി ഫൈസി സാഹിബ് പിന്നെ സംഭവിച്ചാൽ തന്നെയല്ലേ, അത് ആദ്യം സമസ്തക്ക് വേണ്ടി ശക്തമായി നിന്ന ആളായിരുന്നു. ഈ വാഫി വിഷയത്തിലും സമസ്തന്റെ കൂടെ നിന്ന് പെട്ടെന്നാണ് പിന്നെ മൂപ്പര് മാറി. കാരണം മൂപ്പരുടെ അടുത്ത് വാഫികൾ ചെന്ന് പേഴ്സണലായിട്ട് കുറെ കാര്യങ്ങൾ സംസാരിച്ച പേഴ്സണൽ കാര്യം സംസാരിച്ചതിൽ മൂപ്പര് എന്ത് ചെയ്തിരിക്കണം, MT ഉസ്താദിനെയും പിന്നെ തങ്ങൾ ഉസ്താദിനെയും സമസ്തനൊക്കെ എന്തൊക്കെ വിമർശിച്ചിട്ട് അത് നമ്മൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ വരുന്ന സംസാരമാണ്. അതുപോലെ തന്നെയാണ് സാദിഖൽ തങ്ങൾ പെട്ട് കിടക്കുന്നത്. കാരണം കാര്യങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തില് പിന്നെ ചിലപ്പോൾ പല സംഗതികളും പറഞ്ഞിട്ടുണ്ടാവാം. അതൊക്കെ അവർ റെക്കോർഡ് ചെയ്തു. ഈ സംസാരിച്ച പാവത്തുങ്ങൾ അത് അറിയുന്നില്ല. അതാണ് സംഭവിച്ചത്. വഹാബുദ്ദീൻ നദ്വി ഇതേപോലെ തന്നെ വാഫി സിസ്റ്റത്തെ പോലെ സ്വയം പതറണം അല്ലെങ്കിൽ കുതറി ഓടണം എന്നുള്ള ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ വൈഫ് ഇൻചാർജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ പാർട്ടിന്റെ നേതാക്കന്മാര് പ്രതികരിക്കും. രാഷ്ട്രീയത്തിൽ ഇടപെടുമ്പോൾ രാഷ്ട്രീയക്കാര് തിരിച്ചു പറയൂ. അതില് പിന്നെ സമുദായത്തിന്റെ പിന്നെ ഏരാന്നൊന്നും പറയാൻ പറ്റൂല. രാഷ്ട്രീയത്തിൽ കളിക്കുമ്പോൾ രാഷ്ട്രീയക്കാർ മറുപടി പറയൂ. അതിന് പോണ്ടി ആവശ്യമില്ലല്ലോ. മതസംഘടനയിൽ നിൽക്കുന്ന ആൾക്കാർ മതസംഘടനയായിട്ട് ശക്തമായ രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഹക്കീം ഫൈസി കയ്യിലിരിപ്പോണ്ടാ പോയത്. ഹക്കീം ഫൈസി സമസ്തന്റെ തലപ്പത്തിൽ വന്ന ആളൊന്നുമല്ല. വളാഞ്ചേരി മർക്കസ് പിന്നെ ഹക്കീം ഫൈസി ഉണ്ടാക്കിയൊന്നുമല്ല. അത് കോഴിക്കോട് മർക്കസ് നഷ്ടപ്പെട്ടപ്പോൾ അതിന് ബദലായിട്ട് ഒരു മർക്കസിൽ തർബീയത്തുൽ ഇസ്ലാമിയ എന്ന് പറഞ്ഞിട്ട് സമസ്ത എറണാകുളം പിന്നെ വളാഞ്ചേരി താലൂക്ക് കമ്മിറ്റിയാണ് ഉണ്ടാക്കുന്നത്. അന്നേരം ഒന്നും ഈ ഒരാളും ഒരു തറവാട്ടുകാരും ഒന്നും അതിൽ പങ്കെടുത്തിട്ടൊന്നുമില്ല. അതിന്റെ ഉദ്ഘാടനമായി സ്ഥാപനം ഉണ്ടാക്കണ നേരം വർക്കത്തിന് വേണ്ടിയിട്ട് അതിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് തറവാട്ടുകാരെയൊക്കെ കൊണ്ടുവന്ന് ഇരുത്തി എന്നുള്ളത് സത്യം തന്നെ. അല്ലാതെ അവരാരും വന്ന് ഇങ്ങനെ സ്ഥാപനം തുടങ്ങി എന്നിട്ട് തുടങ്ങുക എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതൊന്നും അല്ല അതൊന്നും. പിന്നെ അതിൽ ദുബായിൽ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞ് തിരിഞ്ഞു കളിക്കുന്ന നേരം അത് ശരി ഹംസക്കുട്ടി മുസ്ലിയാർ, അതായത് ഹക്കീം ഫൈസിന്റെ ഉമ്മന്റെ ആങ്ങള പിന്നെ പിടിച്ചു കഴിഞ്ഞാൽ ജോലിക്ക് കയറ്റിയതാണ് ഹക്കീം ഫൈസിനെ. പിന്നെ അദ്ദേഹത്തിന് ചില കഴിവുകളുണ്ട്. ഇപ്പം കാന്തപുരത്തിന് കഴിവുണ്ടായത് കൊണ്ടാണല്ലോ കാന്തപുരം മർക്കസ് പിടിച്ചടക്കി ഇന്ന് ലോകം അറിയപ്പെടുന്ന സ്ഥാപനമാക്കി മാറ്റിയത്. അതേപോലെ പിന്നെ ഹക്കീം ഫൈസും കളിച്ചു. പക്ഷെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ പടച്ച റബ്ബ് പിടിച്ചു. അത്രേ ഉണ്ടായുള്ളൂ. സമസ്ത പറഞ്ഞോട് നിൽക്കണം. സമസ്തയോട് താല്പര്യം ഉണ്ടെങ്കിൽ CIC സമസ്ത തള്ളിയതാണ് വാഫി സംവിധാനത്ത്. അതിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് രാജിവെച്ചിട്ട് പോരണേ. അതിലൊരു മടി കാണിക്കണെന്തിനാ? എന്നിട്ടൊക്കെ കഴിഞ്ഞപ്പോ CAC വിഷയം ഒരാളും ചർച്ച ചെയ്യണില്ല. ഒക്കെ ലീഗും പാണക്കാട് തങ്ങളും സമസ്ത എന്നുള്ള നിലക്ക് മാറ്റി. ഹക്കീം ഫൈസി വിചാരിച്ച സംഭവം തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ അതാണോ ഇവിടെ നടന്നിട്ടുള്ളത്? പാണക്കാട് കുടുംബത്തിനാണോ അവിടെ സമസ്ത വിലക്കിയത്? അല്ലല്ലോ, CAC അല്ലേ. അതിനെന്തിനാണ് ഈ പറയുന്ന നേതാക്കന്മാർ ഇടപെട്ട് കണ്ടത് സംരക്ഷണം കൊടുക്കാൻ നിന്നത്? അവിടെ അല്ല, അവിടെ മുതലല്ലേ ഈ പ്രശ്നങ്ങൾക്ക് തുടക്കം. എല്ലാവരും കണ്ണടച്ചിട്ടാക്കാൻ നിൽക്കരുത്. ഇതിന് സമസ്തനും പാണക്കാട് തങ്ങന്മാരും ലീഗിനൊക്കെ ഒന്ന് ചർച്ചയാക്കേണ്ട വലിയ ആവശ്യമൊന്നുമില്ല. പൂർണ്ണമായ തെറ്റ് ലീഗിന്റെ ഇന്നത്തെ കുറച്ച് നേതാക്കന്മാരെ കയ്യിലാണ്. സമസ്തയുടെ സ്ഥാപനമായ വാഫി കോളേജിന്റെ പേരിൽ ഒരു ആക്ഷൻ എടുത്തപ്പോൾ എന്തിനാണ് ഈ ലീഗിന്റെ നേതാക്കന്മാർ അതിൽ ഇടകേറി ഇടപെട്ടുകാണ്ട് അതാകണ്ട് പ്രതിസന്ധിയിലാക്കി മാറ്റിയത്?
സമസ്തക്ക് ഒരു നിലപാടല്ലല്ലോ സമസ്തന്റെ സ്ഥാപനത്തെ കുറിച്ച്. ആ സ്ഥാപനത്തിനെ കുറിച്ച് സമസ്ത നിലപാടെടുക്കുമ്പോൾ അതിന്റെ കൂടെ അല്ല ലീഗ് നിൽക്കേണ്ടത്. മുമ്പുള്ള ചരിത്രമൊക്കെ അങ്ങനെയല്ലേ, മുമ്പുള്ള നേതാക്കന്മാരൊക്കെ അങ്ങനെയല്ലേ. അന്ന് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഹൈദരലി ശിഹാബ് തങ്ങളും ഒക്കെ അങ്ങനെ തന്നെ നിന്ന്, പാണക്കാട് കുടുംബം അങ്ങനെ തന്നെ നിന്നത്. ഇപ്പോഴല്ല മാറ്റം വന്നത്. ആ മാറ്റം വന്നപ്പോൾ സമസ്തയുടെ അനുയായികളിലും മാറ്റം വന്നു, സമസ്തയുടെ നേതാക്കന്മാരിലും ആ മാറ്റം വന്നു. അപ്പോൾ നമ്മൾ എന്താണോ കൊടുത്തതേ കിട്ടൂ. അയാളോട് എത്താൻ കജ്ജും, അയാൾ കജ്ജുന്ന് പറഞ്ഞാൽ മതി, പ്രശ്നം തീർന്നല്ലോ. സംസ്ഥാന പണി വെക്കൂലേ, തീരുമാനം പെട്ടെന്നാവും. ഇത് കജ്ജുന്ന് പറഞ്ഞ് ചുറ്റും അതൊക്കെ ചെയ്യൂല. തനി മുനാഫിക്കുകളെ ഏർപ്പാട്. ഒരു പ്രശ്നം പരിഹരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല, പിന്നെന്തിനാ പണിക്ക് നിൽക്കണേ? മുൻഗാമികൾ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് മൂപ്പർക്ക് അതിനെ സാധിക്കൂലെങ്കിൽ പിന്നെ അത് ഏറ്റെടുക്കേണ്ട കാര്യമില്ലല്ലോ. എന്താ ഞാൻ മനസ്സിലാക്കാൻ? 9 നിർദ്ദേശം സമസ്ത വെച്ചാണ്. ആ നിർദ്ദേശം നടപ്പിലാക്കി തരാൻ മൂപ്പര് പറഞ്ഞതല്ലേ. അതിന് ഷജറിന്റെ മേലെ കുതിരാട്ടി കാര്യമുണ്ടോ? അയാളുടെ കജുലാറിനോട്ടെ, സമസ്തക്കാരെ നിൽക്കാനായി. മുമ്പ് MES-ഉമായുള്ള ബന്ധം ഉപേക്ഷിക്കണം സമസ്ത പറഞ്ഞപ്പോൾ വാഫഖിതങ്ങൾ അത് ഉപേക്ഷിച്ചല്ലോ, ലീഗ് അതുമായുള്ള ബന്ധം ഉപേക്ഷിച്ചല്ലോ. അതേപോലെ ആയിരിക്കണം. സാദിഖ് അതിൻ്റെ തലപ്പത്തുണ്ടാവില്ല, പ്രസംഗിച്ചില്ലേ പൂക്കോട്ടൂര്? പറഞ്ഞേക്ക് സാദിഖിന്റെ തലപ്പത്തുണ്ടാവില്ല. നിടത്തെ ഏത് സാദിഖ്? എവിടുത്തെ സാദിഖ്? പാണക്കാട് സാബിഖ് അലി ശിഹാബ് തങ്ങൾ, സഫ്വാൻ തങ്ങൾ ഏഴിമല, KKS തങ്ങൾ വെട്ടിച്ചിറ, ഈ തങ്ങന്മാരൊക്കെ അതിൻ്റെ സമിതികളിൽ നിന്ന് രാജിവെച്ച ആൾക്കാരാണ് തങ്ങന്മാർ. അതേപോലെ രാജിവെക്കണേ. ആറിനെ ചങ്ങായി ചേർത്ത് കൂട്ടിപ്പിടിക്കുന്നത് CIC-യിൽ സമസ്തക്ക് യാതൊരു റൈറ്റുമില്ല എന്ന് പറഞ്ഞ ആൾക്കാരെ സ്വാധിക്കല് തങ്ങൾ സമസ്തക്കാരനല്ലേ, മൂപ്പര് SOS-ന്റെ പ്രസിഡന്റ് അല്ലേ, മൂപ്പരടക്കമുള്ള സമസ്തക്കാർക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ സാധിക്കണത്? നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നൊരാൾ പറയുമ്പോൾ പിന്നെ നിൽക്കി നിങ്ങൾ ഞങ്ങളൊന്ന് ചേർത്ത് പിടിക്കട്ടെ ഇറങ്ങി നിൽക്കാൻ വേണ്ടി പറയുക. എന്താ ഈ പറയുന്നത്? ഇതിൽ ലോജിക്ക് ഞങ്ങൾക്ക് മനസ്സിലാവില്ല. എന്ത് ചേർത്ത് പിടിക്കല്? നിങ്ങൾക്ക് ചേർത്ത് പിടിക്കണേ നിങ്ങളെല്ലാ വിഭാഗവും അങ്ങനെ ചേർത്ത് പിടിക്കണേ. ഞങ്ങൾ സമസ്തക്കാരാണ്, സമസ്തന്റെ ഇതിൽ ചേർത്ത് പിടിക്കുമ്പോൾ സമസ്തക്കാരായിരിക്കണം. ലീഗ് എന്താ ചെയ്യണ്ടേ? ലീഗ് CIC വിഷയത്തിൽ ഇടപെടാൻ പാടില്ല. അവർക്ക് രാഷ്ട്രീയമായ കാര്യങ്ങൾ നോക്കും. CIC-ന്റെ എന്തെല്ലാം പരിപാടികൾ ലീഗ് ഓഫീസുകളിൽ വെച്ച് നടത്തി, ഓലെന്തായാലും ഇടപെടുന്നത് എന്തിനാ? ലീഗിന്റെ പണി എടുത്തുകൊണ്ട് പോയാൽ മതിയല്ലോ, രാഷ്ട്രീയം നോക്കിയാൽ മതിയല്ലോ. ലീഗ് സമുദായത്തിന്റെ കാര്യത്തിൽ ഇടപെടുന്നതുകൊണ്ടാണല്ലോ ലീഗിനോട് പറയുന്നത്. ലീഗിന്റെ പണി എടുത്തോളി, രാഷ്ട്രീയം ഉണ്ടാക്കിക്കോളി. സമസ്ത എന്താ ചെയ്യണമെന്ന് ലീഗ് നോക്കണ്ട. പിന്നെ മാത്രമല്ല, ലീഗിന്റെ കാര്യത്തിലും സമസ്ത ഇടപെടുന്നില്ലല്ലോ. പിന്നെ ലീഗിനെ നിങ്ങൾ ഭരിച്ചാൽ നോക്കണമെന്നല്ലേ ലീഗുകാർ? അത് നടക്കൂല കുഞ്ഞാപ്പോ കേട്ടോ. അയാൾ കത്തിക്കാന്ന് പറയാനുണ്ടാവും, ഷജർ കത്തിക്കൂല. ഷജറകൾ എവിടെയെങ്കിലും ഒരു പിത്തന ഉണ്ടാക്കിയത് നിങ്ങൾക്ക് പറയാനും കഴിയില്ല. വോയിസിൽ ഞങ്ങളൊരു മറുപടിയും പറയില്ല. പിന്നെ ഈ പള്ളിയും മദ്രസകളൊക്കെ പിത്തനും പ്രസാദങ്ങൾ ഉണ്ടാക്കും. ഇവിടെ ആരെ പ്രസംഗം ഉണ്ടാക്കിയത് ഷജകളാണ്. പട്ടിക്കാട് ജാമ്യാനൂരിയൽ പ്രഭാഷകരെ മാറ്റിയത്, യുവ പണ്ഡിതന്മാരെ പ്രഭാഷകരെ മാറ്റിയത് ആരെ? ഷജറുകളാ. അവിടുന്നല്ലേ ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉടലെടുത്ത് വന്നത്. അവിടുന്ന് ഇങ്ങോട്ട് കൂട്ടിക്കോളിങ്ങൾ. എന്തിനേന് അബ്ദുൽ ഹമീദിന്റെ വർത്തമാനം? അബ്ദുൽ ഹമീദിനെ നിങ്ങൾക്കറിയോ? അബ്ദുൽ ഹമീദ് ഞങ്ങളെ നാട്ടിലെ MLA. റോട്ടുമിലെ ചളി മീമം ഓൻ്റെ തുണിമും കൂടെ പിടിച്ചലിച്ചിട്ടാണ് കൊണ്ടുപോയാൽ. റോട്ടുമിലെ ചളി ഓൻ അടിച്ചതല്ലേ. മാണെങ്കിൽ നാളെ ഒന്ന് പോയി നോക്കേണ്ടി ഓൻ്റെ നടത്തം. ഓനാണ് ജാമ്യൻ്റെ സെക്രട്ടറി. അറിയജി ജാമ്യം എന്താണ്? എന്നോടും പറഞ്ഞ കാര്യമില്ല, എനിക്കൊക്കെ തലേ കയറിയത് വേറെന്തോണ്. ചിലപ്പോൾ ചവുകൊണ്ട് ജീവിച്ചിന് വെച്ചനേക്കാരം, നയിച്ചാതെ എങ്ങനെയെങ്കിലും തരികടയും ജീവിക്കുന്ന ആളേക്കാരം. എങ്ങനെ ലീഗിന്റെ പേരും പറഞ്ഞിട്ട്. അഥവാ ലീഗും സമസ്തയും 2 ധ്രുവങ്ങളിലും ഒരു മേഖലയിലും പ്രവർത്തിക്കുന്നവരാണ്. ലീഗിൽ സുന്നിയല്ലാത്തവരുണ്ടാവും, സമസ്തയിൽ സുന്നി മാത്രമേ ഉള്ളൂ. പക്ഷേ മഹല്ലുകൾ രണ്ട് വിഭാഗവും രണ്ടിലും ഒരേ ആളുകൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് പരസ്പരം സംഘടന മേഖലയിലേക്ക് പോകാതിരിക്കാൻ ഒരു കാര്യം ശ്രദ്ധിക്കലുണ്ട്. ഒന്ന് പുറത്താക്കുന്നവരെ മറ്റേത് സഹായിക്കൂല. ഇപ്പം നേരെ മറിച്ച് സമസ്ത പുറത്താക്കിയ ആളുകൾക്ക് സമസ്തയ്ക്ക് വേണ്ടി ജനങ്ങൾ കൊടുത്ത പൈസ ഉണ്ടാക്കിയ സ്ഥാപനങ്ങളൊക്കെ ലീഗിൻ്റെ ഒത്താശയോടുകൂടി അത് അവർ പിടിച്ചടക്കുകയും ലീഗ് നേതാക്കന്മാർ അതിലേക്ക് കുട്ടികളെ വിടാൻ വേണ്ടി വീഡിയോ കൊടുക്കുക. അഥവാ ആദർശ വ്യതിയാനം കൊണ്ട് പുറത്താക്കിയതാണ്. സംഘടന 89 പോലെ സംഘടനാ വ്യതിയാനമല്ല, ആദർശ വ്യതിയാനമാണ്. അപ്പം മിശ്രിത ആദർശം പഠിപ്പിക്കുന്ന കോളേജിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കാൻ വേണ്ടി ലീഗ് നേതാക്കന്മാർ വീഡിയോ ഇറക്കുക. സമസ്ത പോകണ്ടെന്ന് പറയാം. പിന്നെ അതെങ്ങനെ ഒരുമിച്ച് പോവുക? അതോടെ ലീഗിൻ്റെ സ്വഭാവം ആദ്യം മാറ്റണം.
ഓഫീസ് വഫിൻ്റെ അണ്ടർനൻസ് ഓഫീസാക്കുക, അതിൻ്റെ കോച്ചിങ് അവിടെ വെച്ച് കൊടുക്കുക. ആരുള്ളത് ഏറ്റുമുട്ടുന്നത്? നാട്ടിൽ സമസ്തൻ്റെ മദ്രസയിലാണല്ലോ മുമ്പ് കൊടുത്തിരുന്നത്. ഞങ്ങളൊക്കെയാണ് മക്കളെ പറഞ്ഞയച്ചിട്ടും കുട്ടികളെ പറഞ്ഞയച്ചിട്ടും നാട്ടിലെ ചെറുക്കന്മാരെ ആട്ടിൽ പിടിച്ച് കൊടുത്തിട്ടൊക്കെ പറഞ്ഞയച്ചത്. തൊപ്പിയെങ്കിൽ തൊപ്പിയിട്ടോ പോയിട്ടൊന്ന് പഠിക്കുന്ന പറഞ്ഞിട്ട്. എന്നിട്ട് സമസ്തൻ്റെ മദ്രസയും സംവിധാനം അവിടെ ഉണ്ടാവുമ്പോൾ അതിന് നടത്താൻ പറ്റാത്ത പിന്നെ എൻട്രൻസിൻ്റെ കോച്ചിങ് അവിടെ ലീഗിൻ്റെ ഓഫീസിൽ നടത്തുക. സമസ്ത പഞ്ചായത്തിലേക്ക് മത്സരിക്കണമെന്നില്ല. സത്താർ പറഞ്ഞ പോലെ സമസ്തക്ക് ഇത്തരം മദ്രസ ഉണ്ടാണ് നിർബന്ധമില്ല. പക്ഷേങ്കിൽ ആരാണ് ഇലക്ഷനിൽ മത്സരിക്കുന്നത് വെച്ചാൽ അവർ ചിന്തിക്കുക, ഇത് സമുദായത്തോട് ചെയ്യുന്ന ക്രൂരതയാണോ, ഒരു 10 ആൾക്കും വേണ്ടി 1000 ആളുകളെ പണക്കണോ വേണ്ടതെന്നുള്ളത്. ഹക്കീം ഫൈസിക്കെതിരെ സാധിക്കാനെങ്കിൽ നിലപാടെടുത്തു കഴിഞ്ഞാൽ വാഫിയുടെ കയ്യിൽ എന്തോ ഉണ്ടെന്ന് പല വാഫികളും ഫേസ്ബുക്കിലൊക്കെ എഴുതിയ ഓർമ്മല്ലേ, അതൊക്കെ പുറത്തേക്ക് വരും. വേറൊന്നുമില്ല, പലതും പുറത്തേക്ക് വരും. എന്താന്നുള്ളത് വാഫിയക്കും മൂപ്പർക്കും അറിയാം. അതുകൊണ്ടാണ് മൂപ്പർക്ക് ഒയ്യാൻ കഴിയാതെ നിൽക്കുന്നത്. വാഫി സംവിധാനം സമസ്ത ഒഴിവാക്കാനല്ല പറഞ്ഞത്, അത് സമസ്തൻ്റെ ഇതാക്കി മാറ്റാനാണ് പറഞ്ഞത്. അല്ലാണ്ട് ഹക്കീമിൻ്റെ തറവാട്ടൊന്നും ഉണ്ടോന്ന് മുതലൊന്നുമല്ല വാഫി സംവിധാനം. അയാളത് ദുഷ്ടലക്കത്തോടുകൂടി പിടിച്ചടക്കിയത് കണ്ട് മർക്കസ് കാന്തപുരത്തിൻ്റെ കയ്യിലായതുപോലെ. അതിന് കൂട്ടു നിൽക്കണമെങ്കിൽ ലീഗ് വേണം. കാരണം മൂപ്പരേതൊരു യോഗത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയുന്നത്, സമസ്തനെയും ലീഗിനെയും ഒക്കെ തെറ്റിച്ച് കഴിഞ്ഞ് നമുക്ക് പുതിയ സമസ്ത ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള തെളിവ് സഹിതം പറഞ്ഞിടല്ലോ. പൂക്കോട്ടൂർ തന്നെ പ്രസംഗിച്ച ഓർമ്മയില്ലേ. അപ്പോൾ അത് നടപ്പാക്കി കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അത് സാധിച്ച്. കാരണം പാണക്കാട് തങ്ങന്മാർ എന്ന് പറയുന്നത് ഇപ്പോൾ സുന്നികളായ ആൾക്കാർക്കല്ല പാണക്കാട് തങ്ങന്മാർ. ഇപ്പോൾ മുജാഹിദുകളായ ആൾക്കാർക്ക് പാണക്കാട് തങ്ങന്മാർ സാധാരണക്കാരാണല്ലോ. അതുപോലെ സുന്നികൾക്ക് മാത്രമാണല്ലോ, അതും സമസ്തക്കാരായ സുന്നികൾ. അല്ലാതെ വേറെ ആരും ഇപ്പം പാണക്കാട് തങ്ങന്മാരെ ബഹുമാനിക്കണമൊന്നുമില്ലല്ലോ. പല രാഷ്ട്രീയക്കാരായിട്ടാണല്ലോ കാണുന്നത്. ഇപ്പോഴത്തെ തങ്ങന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഞാനൊന്നും കൈയുത്താൻ പോകില്ല. കാരണം എന്താ, ഞാൻ കുറേ വീഡിയോസും ഒക്കെ കണ്ടിരിക്കുന്നു, ഫോട്ടോസും ഒക്കെ. അതുകൊണ്ട് ഞാൻ കൈയുത്താനും കാലുത്താനും ഞാൻ പണ്ടേ പോലും ഇല്ല, ഇപ്പോഴും പോവുകയില്ല, ഇനി ഇതിലേ പോവുകയില്ല. സമസ്തയാണ് മദ്രസകൾ നടത്തിക്കൊണ്ടുപോകുന്നതിന് മേൽനോട്ടം സമസ്ത ആയതുകൊണ്ടാണ് ജനങ്ങൾ സമസ്തയെ ഏൽപ്പിച്ചത്. അല്ല ലീഗാണെങ്കിൽ ഏൽപ്പിക്കൂലല്ലോ, രാഷ്ട്രീയ പാർട്ടിനെ ഏൽപ്പിക്കൂലല്ലോ. ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞത് അന്ന് പട്ടിണിയുള്ളത് കൊണ്ടാണ് ഓതുമലിൻ്റെ അത്ര സ്വർണ്ണം ഉണ്ടെങ്കിലും മൗലിദിന് വേണ്ടി ചെലവഴിക്കുന്നു പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊന്നും പാരമ്പര്യ സമസ്തക്കാരല്ല. പട്ടിണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മൗലൂദിന് വേണ്ടി ചെലവഴിക്കണം. ഈ പാരമ്പര്യ സമസ്തമാരാണ് ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആൾക്കാർ. ആരാ ഈ പാരമ്പര്യ സമസ്തക്കാര്? ഈ പാരമ്പര്യ സമസ്ത എന്ന് പറയുന്നത് പെണ്ണുപിടിയന്മാർക്ക് സപ്പോർട്ട് ചെയ്യലും, പിന്നെ മുജാഹിദുകളെ വേദി കയറിയിരിക്കലും, സമസ്ത നില മുഷാവറ തള്ളിപ്പറയലൊക്കെ ആ പാരമ്പര്യ സമസ്ത എന്ന് പറയുന്നത്. മൂപ്പര മുഷാവറയിൽ എടുക്കാത്തതാണ് മെയിൻ പ്രശ്നം മൂപ്പർക്ക്. പക്ഷെ മൂപ്പര മുഷാവറയിൽ എടുത്തങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പൊ കാട്ടിക്കൂട്ടുന്ന ഈ സ്ത്രീകളുമായിട്ടുള്ള സമ്പർക്കങ്ങളും ജമാഅത്തെ ഇസ്ലാമിൻ്റെ വരക്കാൻ പോലും മുജാഹിദിൻ്റെ വരക്കാൻ പോലും അങ്ങനെ കണ്ടതൊക്കെ സമസ്തൻ്റെ ആലിമീങ്ങൾ മറുപടി പറയേണ്ടി വരൂലേ. അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാൻ അയാളോട് പറഞ്ഞപ്പം കഴിയൂല എന്നാ പറഞ്ഞത്. അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന് ഐതൃതങ്ങളൊക്കെ നടന്ന മാതിരി ഒരു നേതൃത്വത്തിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതൊക്കെ. പിന്നെ അവിടെ പോയിട്ട് മൂപ്പർക്കൊരു റോളൊന്നുമില്ല. കാരണം ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയൂല, കാരണം ഒന്നും അറിയില്ല. ആരെ എഴുതി കൊടുത്താൽ അത് ദുആയിരിക്കാൻ അറിയാം, അല്ലേ ആ ചെറിയൊരു ദുആ ഉണ്ടല്ലോ, അപ്പം എനിക്കൊക്കെ അറിയാം, ആ ദുആ ചെയ്യാനേ അറിയുള്ളൂ. ഇതൊക്കെയാണ് ഇതിൻ്റെ കാതലായ വിഷയങ്ങൾ. അത് മൂപ്പർക്കും അറിയാം. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന വോയിസ് ഉണ്ടല്ലോ, അതൊരു 2 വർഷം മുമ്പ് നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ സാദിഖലി തങ്ങൾക്കും വാഫികളും തമ്മിൽ എന്തോ ഒരു രഹസ്യമുണ്ട്. അത് പുറത്ത് പറയും, സാദിഖലി തങ്ങളെ നാറ്റിച്ചും എന്ന് പറഞ്ഞിട്ട് ഹൈജാക്ക് ചെയ്യാണ് സാദിഖലി തങ്ങളെ വാഫികളെന്ന് നമ്മൾ ഒരുപാട് കാലം മുമ്പ് ഞാനൊക്കെ കേട്ടിട്ടുണ്ട്. അള്ളാഹു വലം ഉണ്ടോ ഇല്ലേ എന്താ, അത് രണ്ടും അറിയില്ല. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി. അള്ളാഹു അല എന്തുണ്ടോ, നമ്മളതിലൊന്നും സംശയിക്കണില്ല. എന്തായാലും സാദിഖലി തങ്ങളിപ്പോൾ ചെയ്യേണ്ടത് സമസ്ത പുറത്താക്കി, അതുകൊണ്ട് ഒന്നൊരിക്കൽ സമസ്തൻ്റെ നിലപാടുമായിട്ട് മുന്നോട്ട് പോവുക. എന്നാലേ ഞാനതിൽ പ്രസിഡൻ്റായിട്ട് നിൽക്കണുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പാണക്കാട്ടെ കുട്ടികളല്ലാതെ ആരെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാര്യ ആരെങ്കിലും വെച്ചോളി, സമസ്ത പറഞ്ഞത് കേൾക്കാനേ പറ്റുള്ളൂ, ഞാൻ സമസ്തക്കാരനായതുകൊണ്ട് എന്ന് നിലപാടെടുക്കാം മൂപ്പർക്ക്. അതുകൊണ്ട് മൂപ്പർക്ക് കുറച്ചിലല്ലാണ്ടാകും, ഏറ്റാണ്ടാകും. മൂപ്പരെ നമ്മളൊക്കെ അത് ആദ്യം സ്നേഹിച്ച പോലെ ബഹുമാനിച്ച പോലെ നമുക്കൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ മൂപ്പരുണ്ടാവില്ലേ. മൂപ്പരെ വെറുക്കാൻ കാരണം മൂപ്പരെ ഈ കാട്ടിക്കൂട്ടലുകൊണ്ടല്ലേ. അല്ലാതെ മൂപ്പർക്ക് ഇവിടെ ആളുകൾ എതിർപ്പ് പറയാം, മൂപ്പർ ചെയ്യുന്ന പരിപാടികൾ അത് തെറ്റാണെന്ന് പറയും.
അതിന് വേറെ വ്യാഖ്യാനങ്ങളൊന്നും കാര്യമില്ലല്ലോ. അതിനാരെങ്കിലും ഇത്രയും കാലത്ത് പൊന്നു സ്നേഹിതന്മാരെ സമസ്തയിൽ ഇന്നെടുക്കണം എന്ന് പറഞ്ഞ ഒരു ചരിത്രം എവിടെയെങ്കിലും നിങ്ങൾ പറഞ്ഞു തന്നാണ്. പിന്നെ നമ്മളിപ്പോൾ സമസ്തയിൽ ഒരു വേക്കൻസി ഒരു കേപ്പ് വരുമ്പോൾ ഒരാൾ മരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ ഒരു മുഷാവറ മെമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ അറിയൽ എപ്പോഴാണ്? ചാനലിലൂടെ പേപ്പറിലൂടെ അറിയും, ഇന്ന ആള് സമസ്ത മുഷാവറയിലെടുത്തു. അങ്ങനെ നമ്മൾ ഇത്രയും കാലം കേട്ടത്. ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് നളന്ത ഒരു ടീം ഉണ്ടാക്കിയിട്ട് സാധിക്കൽ തങ്ങളെ സമസ്തയൊക്കെ എടുക്കണം. എന്നിട്ട് ഈ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, എൻ്റെ പേര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിട്ടോ ദിക്റ് ചെല്ലണ മാതിരി എല്ലാ യോഗം കൂടുമ്പോൾ എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നമുക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ല. നമ്മൾ ആഖിറ മാത്രം ഉദ്ദേശം വെച്ച് കണ്ടാണ് ഇന്ന മുഷാവർക്ക് കൊടുക്കുക. നാസർ ഫൈസി സാറ് നിങ്ങൾക്ക് പിന്നെ സുപ്രഭാതത്തിലൊരു പോസ്റ്റോ പിന്നെ ഒന്ന് രണ്ട് കാര്യം കൂടാണ് പറഞ്ഞാണ്ട് ചർച്ചയ്ക്ക് എന്നും നമ്മൾ പുറപ്പെടും ചെയ്യുക. ഇതാണ്ട് പറഞ്ഞു ചെയ്തേക്കണ്ടി, എന്നാലേ നമുക്ക് ഇതിൽ പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. ഇന്ന മുഷാവറിൽ എടുത്തോളി. കാലം വരെ കേട്ടു നമ്മൾ അങ്ങനെ.